അസ്സലാമു അലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പം ഇന്ന് മുഹറം 10 ഇപ്പം നോമ്പുറിച്ചാനായപ്പത്തിന് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇന്ന് കാണിച്ചണ്. അപ്പം അതിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ആദ്യം തന്നെ സമൂസൻ്റെ ഓല അല്ല, സമൂസൻ്റെ ഓലക്ക് പകരം മൈദമാവ് വെച്ചങ്ങാണ്ട് ഇന്ന് ചപ്പാത്തി പോലെ പരത്തിയിട്ട് അതുകൊണ്ടാണ് ഉണ്ടാക്കിയത്. അടിപൊളിയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം ഇനി ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടാവില്ലേ, ആ വെള്ളം കൂട്ടി അതിൽ ഉപ്പിട്ടുങ്ങാണ്ട് ആദ്യം മാവൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഈ മാവ് നല്ലോണം കുഴച്ച് ഉപ്പിട്ട വെള്ളം കൊണ്ട് നല്ലോണം കുഴഞ്ഞോട്ടെ, എന്നാലുള്ളൂ നമുക്കിങ്ങനെ മടക്കി എടുക്കുമ്പോഴൊക്കെ പൊട്ടാത്ത രീതിയിലായി വരിക കേട്ടോ. അപ്പം അങ്ങനെ നല്ലോണം കുഴച്ചെടുക്കുകയാണ്. അപ്പം ഇതാ നല്ലോണം കുഴഞ്ഞ് വന്നിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിവിടെ മാറ്റി വെച്ചിട്ട് ആദ്യം ഇതിലേക്കുള്ള ഫില്ലിങ് ഒന്ന് തയ്യാറാക്കാം. എന്നിട്ട് നമുക്കിത് പരത്തൽ തുടങ്ങാം കേട്ടോ. അപ്പം അതിന് നമ്മൾ എടുക്കണത് എന്ന് പറഞ്ഞാൽ സമൂസൻ്റെ ഉള്ളിൽ ഇതാക്കണ പോലെ തന്നെ ഒരു കേങ്ങ്, 2 ക്യാരറ്റ്, പച്ചമുളക്, സവാള, ഇതൊക്കെ കേട്ടോ. അപ്പം നമുക്കിതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വന്നേക്കണേ. ഇനി നമുക്കിത് ചെറുതായി അരിഞ്ഞ് എടുക്കാം. ഇങ്ങനെ ചെറുതാക്കിയാണ്ട് കേട്ടോ അരിഞ്ഞെടുക്കണത്, അങ്ങനെ അരിഞ്ഞെടുക്കാം. അപ്പോൾ അതങ്ങനെ അരിഞ്ഞ് വെച്ചിക്കണം. ഇനി നമുക്ക് ഈ മാവിനെ അതേപോലെ പരത്തിയെടുക്കണം. അപ്പം ഇതൊക്കെ അരിഞ്ഞെടുത്ത് ആദ്യം ഞാൻ ഇതൊന്ന് നമ്മളെ മസാലയൊക്കെ ശരിയാക്കി വെക്കാമെന്ന് കരുതിങ്ങാണ്ട് ഞാൻ ആദ്യം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി. ആ ചട്ടിക്ക് ഞാൻ ഈ അരിഞ്ഞ് വെച്ചതെല്ലാം കൂട്ടി ഒപ്പം ഇട്ട് കൊടുത്തിക്കുക കേട്ടോ. അങ്ങനെ ഒപ്പം ഇട്ട് കൊടുത്തിക്കണത് എന്താ വെച്ചാൽ വേഗം വെന്ത് കിട്ടണം. നമുക്ക് നോമ്പ് തുറക്കാനാകുമ്പോൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിനും വേണ്ടിയാട്ടോ വേഗം ഉണ്ടാക്കുകയാണ്. അപ്പം അങ്ങനെ വേഗം വെന്തൊക്കെ ചെയ്തു. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുത്തങ്ങാണ്ട് പിന്നെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുത്തിട്ട് കറിവേപ്പില ഒക്കെ ഇടാം. പിന്നെ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു നുള്ള് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ മസാല ഒരു നുള്ള് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂട്ടി നല്ലോണം മിക്സ് ചെയ്ത് വേവിച്ച് ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇത് നല്ലോണം വെന്ത് വന്നിക്കണം. ഇനി നമുക്കിത് പത്തിരി പരത്തൽ തുടങ്ങാം. അങ്ങനെ ചപ്പാത്തി പോലെ തന്നെ, പക്ഷേ ചപ്പാത്തിൻ്റെ മാതിരി റൗണ്ടാക്കി പരത്തിയിട്ടില്ല, കുറച്ചൊന്നും ഇങ്ങനെ നീളത്തിലാക്കിയാണ്ടാട്ടോ പരത്തിയിരിക്കണത്. അങ്ങനെ പരത്തിയെടുത്തിക്കണം. ഇനി നമുക്കിതിൽ ഒക്കെ പരത്തൽ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഫില്ലിങ് ഇങ്ങനെ ചെയ്ത് നിറച്ച് ശരിയാക്കാം കേട്ടോ. അപ്പോൾ സമൂസൻ്റെ ഓലയല്ല എന്ന് തന്നെ ഉള്ളൂ, ഇതേപോലെ വെച്ചങ്ങാണ്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. പല രീതിക്കും മടക്കാം. ഞാൻ തന്നെ പല രീതിക്കും മടക്കിയിരിക്കണം കേട്ടോ. പല വിധത്തിലും മടക്കിങ്ങാണ്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മളിതിൻ്റെ വക്കൊന്ന് ഒട്ടിച്ചാൻ വേണ്ടിയാണ് കുറച്ച് മാവ് ഈ മൈദ മാവിൽ വെള്ളം ഇതാക്കിയാണ്ട് നല്ലോണം പശയാക്കി വെച്ചിരിക്കണം കേട്ടോ. അതൊന്ന് ഒട്ടിച്ചു കൊടുത്തിക്കണമെങ്കിൽ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ വിട്ട് പോരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കിയാണ്ട് നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ. അപ്പം ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിരിക്കണേ. ആ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്കിനി അത് ഓരോന്നായാണ്ട് ചുട്ടെടുക്കാം കേട്ടോ. ഒരു ഇതിൽ ഞാൻ 4 എണ്ണൊക്കെ വെച്ചങ്ങാണ്ടൊക്കെ ചുട്ട് അങ്ങനെ പെട്ടെന്ന് ചുട്ടെടുത്തേക്കണം കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ, തിന്നാൻ നല്ല അടിപൊളിയാണിത്. പിന്നെ കുട്ടികൾ സ്കൂളിൽ വന്നപ്പോൾ പിന്നെ ഓൽക്കും അതന്നെ കൊടുത്തത്. അപ്പോൾ ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഞാനിത് ഓരോന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ഇതാ നമ്മളിങ്ങനെ ചുട്ടെടുത്ത് കണ്ടോ, ഇതേപോലെ എല്ലാം ചുട്ടെടുത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമുക്കിന്ന് നോമ്പ് തുറക്കാൻ ഉണ്ടാക്കിയാണ് ചപ്പാത്തി തന്നെയാണ്. ഇത് ആക്കിയപ്പോൾ പിന്നെ ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ചും കൂടി മാവ് കുഴച്ചങ്ങാണ്ട്
ചപ്പാത്തി ചുട്ടു. അപ്പോൾ ചപ്പാത്തിയും പിന്നെ സാമ്പാറുമാണ് കേട്ടോ. ഒന്ന് സാമ്പാറാണ്. ചിക്കൻ ഇന്നലെ ഉണ്ടായിന്. അപ്പം ഇന്ന് സാമ്പാറാണ്. ചിക്കൻ വെച്ചാലും ഞാനൊന്നും കൂട്ടൂല. അപ്പം പിന്നെ സാമ്പാറായാൽ ചോറ് പാണ്ടോൾക്ക് ചോറും തിന്നാ അയക്ക് കൊടുക്കാന്ന് കരുതിങ്ങാണ്ട് ഉച്ചക്ക് തന്നെ സാമ്പാർ വെച്ചിരുന്നു. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ പിന്നെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒക്കെ തന്നോളി കേട്ടോ. നമ്മളെ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞിരിക്കണം. പിന്നെ ചെറിയൊരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ കാണുക. അങ്ങനെ നമ്മളെ സാമ്പാറും ഇതൊക്കെ ഇവിടെ റെഡി ആയിക്കണ്. പിന്നെ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, സ്വാഗതം എന്നാണ് പറയുന്നത്.